സ്വിഗ്ഗി, സൊമാറ്റോ എന്നിവയ്ക്ക് വെല്ലുവിളിയായി ഓൺലൈൻ ഫുഡ് ഡെലിവറി മേഖലയിലേക്ക് കടക്കാൻ ഫ്ലിപ്കാർട്ട് തയ്യാറെടുക്കുന്നു. 2026 മെയ് ജൂൺ മാസങ്ങളിൽ ബംഗളൂരുവിൽ പൈലറ്റ് ലോഞ്ച് നടത്താനാണ് പദ്ധതി. നിലവിൽ മിനിറ്റ്സ് വഴി ക്വിക്ക് കൊമേഴ്സ് നടത്തുന്ന ഫ്ലിപ്കാർട്ട് ഈ സംവിധാനം ഉപയോഗിച്ച് ഹോം ഡെലിവറി സേവനം വിപുലീകരിക്കാനാണ് ലക്ഷ്യമിടുന്നത്. IPO ലക്ഷ്യമിട്ടുള്ള പ്രവർത്തനങ്ങൾ ശക്തമാക്കുന്നതിന്റെ ഭാഗമായാണ് പുതിയ പരീക്ഷണത്തിന് കമ്പനി മുതിർന്നത്. ഇതോടെ നിലവിൽ ഈ രംഗം അടക്കി വാഴുന്ന സ്വിഗ്ഗി, സൊമാറ്റോ എന്നീ മുൻനിര കമ്പനികൾക്ക് കടുത്ത മത്സരം നേരിടേണ്ടി വരുമെന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. 2026 അവസാനത്തോടെയോ അടുത്ത വർഷം ആദ്യത്തോടെയോ രാജ്യത്താകെ ശൃംഖല വിപുലീകരിക്കാനാണ് ഫ്ലിപ്കാർട്ട് ആലോചിക്കുന്നത്. ONDC പ്ലാറ്റ്ഫോം വഴിയാകും ഫ്ലിപ്കാർട്ട് ഫുഡ് ഡെലിവറി സേവനങ്ങൾ ആരംഭിക്കുക. സ്വന്തമായ ലോജിസ്റ്റിക് നെറ്റ്വർക്ക് കെട്ടിപ്പടുക്കുന്നതിന് പകരം നിലവിലുള്ള സർക്കാർ പിന്തുണയുള്ള കൊമേഴ്സ് ശൃംഖലയെ ഉപയോഗപ്പെടുത്താനാണ് കമ്പനിയുടെ തീരുമാനം. റെസ്റ്റോറന്റുകളെയും ഉപയോക്താക്കളെയും ബന്ധിപ്പിക്കാൻ ONDC പ്ലാറ്റ്ഫോം ഫ്ലിപ്കാർട്ട് പ്രയോജനപ്പെടുത്തും. നേരത്തെ ഫുഡ് ഡെലിവറി പരീക്ഷിച്ചിരുന്ന ആമസോൺ ഇന്ത്യ ഈ മേഖലയിൽ നിന്ന് പിൻവാങ്ങിയ സാഹചര്യത്തിൽ ഫ്ലിപ്കാർട്ടിന്റെ നീക്കം ഏറെ പ്രാധാന്യത്തോടെയാണ് വിപണി നോക്കിക്കാണുന്നത്. ഫ്ലിപ്കാർട്ട് പ്ലസ് അംഗങ്ങൾക്ക് ഭക്ഷണ വിതരണത്തിന് പ്രത്യേക ആനുകൂല്യങ്ങളും കിഴിവുകളും നൽകാനും സാധ്യതയുണ്ട്. ഇപ്പോൾ ടീം രൂപീകരണം ഉൾപ്പെടെയുള്ള തയ്യാറെടുപ്പുകൾ നടക്കുന്നുണ്ടെന്നും ഒരു പ്രത്യേക ആപ്പ് പുറത്തിറക്കണോ അതോ ONDC വഴി പ്രവർത്തിക്കണോ എന്നതിനെക്കുറിച്ചുള്ള ചർച്ചകൾ നടക്കുന്നുണ്ടെന്നും റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നു. 2025 സാമ്പത്തിക വർഷത്തെ കണക്ക് പ്രകാരം $9 ബില്യൺ രാജ്യത്തെ ഓൺലൈൻ ഫുഡ് ഡെലിവറി ബിസിനസ് വിപണി. 5 വർഷത്തിനുള്ളിൽ $25 ബില്യൺ വിപണി വളരുമെന്നാണ് നിക്ഷേപ വിദഗ്ധരായ ജെഫ്രീസ് പ്രതീക്ഷിക്കുന്നത്. നിലവിൽ സൊമാറ്റോ, സ്വിഗ്ഗി തുടങ്ങിയ ചുരുക്കം കമ്പനികൾ ആധിപത്യം പുലർത്തുന്ന വിപണിയാണ് ഓൺലൈൻ ഫുഡ് ഡെലിവറി.